മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ശിവസേന ഉദ്ധവ് വിഭാഗം രംഗത്തെത്തിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ അമിത ആത്മവിശ്വാസത്തിന് വില കൊടുക്കേണ്ടി വന്നത് തങ്ങളും കൂടിയാണെന്നായിരുന്നു ശിവസേന നേതാവിന്റെ വിമർശനം. ഉദ്ധവ് താക്കറെയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തേണ്ടിയിരുന്നതെന്നും ശിവസേന നേതാവ് അംബാദാസ് ദൻവെ പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷം ഹരിയാനയിലെയും ജമ്മു കശ്മീരിലെയും പോലെ മഹാരാഷ്ട്രയിലും കോൺഗ്രസ് അമിത ആത്മവിശ്വാസത്തിലായിരുന്നു. സീറ്റ് വിഭജന സമയത്ത് പോലും കോൺഗ്രസിന്റെ മനോഭാവം സഖ്യകക്ഷികളെ ഉൾപ്പെടെ നിരാശപ്പെടുത്തുന്നതായിരുന്നുവെന്നും ദൻവെ കുറ്റപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് ഫലത്തിന് മുൻപ് തന്നെ അവർ സ്യൂട്ടും ടൈയും ഒരുക്കിയിരുന്നുവെന്ന് ശിവസേന കോൺഗ്രസിനെ പരിഹസിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 13 സീറ്റുകളിലാണ് കോൺഗ്രസ് ജയിച്ചത്. സഖ്യത്തിലെ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ വിജയിച്ചത് അന്ന് കോൺഗ്രസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന ചർച്ചകളിൽ കോൺഗ്രസ് നേതാവ് നാനാ പട്ടോളെ ഉൾപ്പെടെയുള്ളവർ വലിയ വിലപേശലായിരുന്നു നടത്തിയത്. സംസ്ഥാനത്തെ എല്ലാ സീറ്റുകളിലേക്കും ഒറ്റയ്ക്ക് മത്സരിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് തങ്ങൾ വളരുമെന്നും ശിവസേന നേതാവ് പറഞ്ഞു. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുണ്ടാകുന്ന കാലതാമസത്തെയും മുൻ മുഖ്യമന്ത്രി ഷിൻഡെയെയും അദ്ദേഹം വിമർശിച്ചു. BJPക്ക് പല സംസ്ഥാനങ്ങളിലും നിരവധി ഷിൻഡെമാരുണ്ട്. അവർ ഇത്തരക്കാരെ ഉപയോഗിക്കുകയും വലിച്ചെറിയുകയും ചെയ്യുമെന്നാണ് ദൻവെ അഭിപ്രായപ്പെട്ടത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ 103 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിച്ചിരുന്നെങ്കിലും കേവലം 16 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാനായത്. അതേസമയം 89 സീറ്റുകളിൽ മത്സരിച്ച ശിവസേന ഉദ്ധവ് പക്ഷം 20 സീറ്റുകളിൽ വിജയിച്ചു. മൂന്നാം കക്ഷിയായ NCP 87 സീറ്റുകളിലാണ് മത്സരിച്ചത്. ഇവർ 10 സീറ്റുകളിലും വിജയിച്ചിരുന്നു. 288 അംഗ നിയമസഭയിൽ 230 സീറ്റുകൾ നേടിയാണ് BJPയുടെ നേതൃത്വത്തിലുള്ള മഹായുതി തിരഞ്ഞെടുപ്പിൽ തകർപ്പൻ വിജയം നേടിയത്. ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ വിജയിച്ചതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന നിലപാടാണ് BJP സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രി ആരാകുമെന്നതിൽ പ്രധാനമന്ത്രിയുടെ തീരുമാനം അംഗീകരിക്കുമെന്ന് ഷിൻഡെയും വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഭരണസഖ്യമായ മഹായുതിയുടെ തിരിച്ചുവരവായിരുന്നു മഹാരാഷ്ട്രയിൽ കാണാൻ സാധിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ ശക്തമായ തിരിച്ചടിക്ക് മറുപടി നൽകുന്നതായിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിലെ തകർപ്പൻ വിജയം. ഭരണവിരുദ്ധ വികാരത്തിന്റെയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ മുന്നേറ്റത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അധികാരം തിരിച്ചുപിടിക്കാനാകുമെന്നുള്ള മഹാവികാസ് അഘാഡിയുടെ ആത്മവിശ്വാസത്തിനേറ്റ തിരിച്ചടിയാണ് തിരഞ്ഞെടുപ്പ് ഫലം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 153 നിയമസഭാ മണ്ഡലങ്ങളിലും മഹായുതി സഖ്യം പിന്നിലായിരുന്നു. ഈ സാഹചര്യമൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് മുന്നണിയുടെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ മുന്നേറ്റം. 233 സീറ്റുകളിലാണ് മഹായുതി വിജയമുറപ്പിച്ചിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 79 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമായിരുന്നു ലീഡുണ്ടായിരുന്നത്. 149 സീറ്റിൽ മത്സരിച്ച BJP 133 സീറ്റുകൾ നേടി. 2019നേക്കാൾ 28 സീറ്റുകൾ പാർട്ടിക്ക് കൂടി. കഴിഞ്ഞ തവണ 40 സീറ്റുകൾ ഉണ്ടായിരുന്ന ശിവസേന 55 എണ്ണമായി സീറ്റുകൾ ഉയർത്തി. NCP അജിത് പവാർ വിഭാഗം 41 സീറ്റുകളിലും വിജയിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ ലീഡ് ചെയ്ത 105 നിയമസഭാ സീറ്റുകളാണ് സഖ്യം തിരിച്ചുപിടിച്ചിരിക്കുന്നത്. ഇതിൽ 53 എണ്ണത്തിലും BJPയാണ് വിജയിച്ചത്. 28 സീറ്റുകൾ ശിവസേനയും 24 സീറ്റുകൾ NCPയും വിജയിച്ചു. കോൺഗ്രസിൽ നിന്ന് 26, ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ നിന്ന് 15, NCP ശരത് പവാർ വിഭാഗത്തിൽ നിന്ന് 10 എന്നിങ്ങനെയാണ് മഹായുതി ലീഡ് തിരിച്ചുപിടിച്ച മണ്ഡലങ്ങളുടെ പാർട്ടി തിരിച്ചുള്ള എണ്ണം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം നടത്തിയ മഹാവികാസ് അഘാഡി വെറും 57 സീറ്റിൽ ഒതുങ്ങിപ്പോയി. ഭരണവിരുദ്ധ വികാരവും ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ അനുകൂല സാഹചര്യങ്ങളും മുതലാക്കാനാവാത്തതാണ് കോൺഗ്രസ് സഖ്യം തകർന്നടിയാൻ കാരണം. സർക്കാർ വിരുദ്ധ പ്രചരണങ്ങൾ താഴെത്തട്ടിൽ എത്തിക്കാൻ പ്രതിപക്ഷ മുന്നണിക്ക് കഴിയാത്തതും തിരിച്ചടിയായിരുന്നു.